കരുണയുള്ള ദൈവമേ, ഈ ദിവസത്തെ നിനക്ക് ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു. ഇന്നേ ദിവസം തിരുസഭയിൽ എല്ലായിടത്തും അർപ്പിക്കുന്ന കൃപാനകളെയും പ്രാർത്ഥനകളെയും പുണ്യപ്രവർത്തികളെയും നിനക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഇവയോട് ചേർത്ത് ഞങ്ങളുടെ പ്രാർത്ഥനകളെയും സുഖദുഃഖങ്ങളെയും പ്രയത്നങ്ങളെയും ഞങ്ങൾ അർപ്പിക്കുന്നു. ഇന്ന് നിന്റെ വഴിയിൽ കൂടെ ഞങ്ങളെ നടത്തണമേ. ഇന്ന് നിന്റെ ശക്തി ഞങ്ങളെ സഹായിക്കണമേ. ഇന്നത്തെ ഞങ്ങളുടെ സകല വിചാരങ്ങളും വചനങ്ങളും പ്രവൃത്തികളും തിരുനാമമോഹത്തിന് ഒതുങ്ങുന്നവയാക്കി തീർക്കണമേ. സാത്താന്റെ കണികളിൽ നിന്നും തിന്മയിലേക്കുള്ള പരീക്ഷയിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. കരുണയുള്ള കർത്താവേ, ഇന്ന് ഞങ്ങളുടെ മുൻപിലും പിൻപിലും ഞങ്ങളുടെ വലത്തും ഇടത്തും ഞങ്ങൾക്ക് താഴെയും മീതെയും ഞങ്ങളുടെ ഉള്ളിലും എല്ലാ വശത്തും ആയിരുന്നു ഞങ്ങളെ സംരക്ഷിക്കുകയും പുണ്യപ്പെടുത്തുകയും ചെയ്യണമേ. ദൈവമാതാവിന്റെയും സകല വിശുദ്ധരുടെയും പ്രാർത്ഥനാ സഹായങ്ങളും അനുഗ്രഹങ്ങളും ഇപ്പോഴും എന്നേക്കും ഞങ്ങൾക്കുണ്ടായിരിക്കണമേ. ആമേൻ. ഈശോയെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, പ്രത്യേകമായി വിശുദ്ധ കൊച്ചുരേസ്യാമയുടെ മധ്യസ്ഥതയിൽ നമ്മുടെ പെരുന്നാളിന് നമ്മൾ തുടക്കം കുറിക്കുകയാണ്. പ്രത്യേകം വിശുദ്ധ കൊച്ചുരേസ്യാമയുടെ മധ്യസ്ഥത നമ്മൾ പ്രത്യേകം യാചിക്കണം. നമ്മുടെ കുടുംബങ്ങളെല്ലാം ഓർത്തുകൊണ്ട് ഇടവക കൂട്ടായ്മയെ സമർപ്പിച്ചുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് അവിശുദ്ധിയുടെ വലിയ മാതൃകയും മധ്യസ്ഥതയും ഒക്കെയും നമുക്ക് കോട്ടയും കാവലുമായി തീരുവാനൊക്കെവണ്ണം നമുക്ക് പ്രാർത്ഥിക്കാം. ആ ജീവിതം ഈശോയോട് ചേർന്ന് ജീവിച്ചതുപോലെ കർത്താവിനോട് ചേർന്ന് ജീവിപ്പാൻ തക്കവണ്ണം നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം. പ്രത്യേകിച്ച് മധ്യസ്ഥത അണച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കെല്ലാം അത് അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് പെരുന്നാളില് തുടക്കം സംബന്ധിക്കുമ്പോൾ ഈ പെരുന്നാളിന് ശേഷം നമുക്ക് വലിയൊരു ആത്മീയ ഉണർവിനും അനുഗ്രഹത്തിനും പുതിയ ജീവിതത്തിന്റെ ഒരു തുടക്കത്തിനും ഒക്കെ അനുഭവമായി തീരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയിൽ വചനത്തിലൂടെ ഒക്കെ സംബന്ധിച്ച് നമ്മളെ തന്നെ ശുദ്ധീകരിച്ച് വിശുദ്ധീകരിച്ച്
പുതിയൊരു ദൈവാനുഭവത്തിലേക്കും ദൈവത്തിന്റെ സ്നേഹത്തിലേക്കും ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്കും ഒക്കെ അടുത്തു വരുവാൻ പൂർണ്ണം പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് നമുക്കറിയാം, വചന വർഷത്തിന്റെ ആരംഭമാണ്. കഴിഞ്ഞ ദിവസം എല്ലാവർക്കും തന്നെ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞില്ലെങ്കിലും നൽകിയിരുന്നു. ഈ വർഷം നമുക്ക് വചനവർഷമായി നമ്മൾ പ്രത്യേകം ആചരിക്കുമ്പോൾ വചനം മുഴുവൻ വായിക്കാനുള്ള ഒരു വർഷമായി, ധ്യാനിക്കുവാനുള്ള ഒരു വർഷമായി പ്രത്യേകം ഈ വർഷത്തെ എടുക്കണമെന്ന് പ്രത്യേകിച്ച് പിതാക്കന്മാരിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തി. പ്രത്യേകമായി എല്ലാ ഭവനങ്ങളിലും ഇന്നു മുതൽ വചനം വായിക്കുമ്പോൾ തിരി കത്തിച്ചു വെച്ച് വചനം വായിച്ച് ക്രിസ്തുവിൽ കൂടുതൽ അടുക്കുവാൻ, ദൈവസ്നേഹത്തിലേക്ക് മടങ്ങി വരുവാനൊക്കെ ഉള്ളൊരവസരമായി ഈ വചന വർഷത്തെ പ്രത്യേകം മാറ്റണം. പ്രത്യേകമായിട്ട് നമ്മുടെ ദേവാലയത്തിലും നമ്മുടെ വചനം ഇപ്പോൾ പ്രതിഷ്ഠിക്കുകയാണ്. പ്രത്യേകിച്ച് വചനം വായിച്ച് നമ്മൾ അത് വചനം നമ്മുടെ പടിഞ്ഞാറേ വാതിലിൽ നിന്ന് ആഘോഷമായി വചനം വിശുദ്ധ വേദപുസ്തകം കൊണ്ടുവന്ന് ഇവിടെ പ്രതിഷ്ഠിച്ച് ഒരു വചനം വായിക്കുന്നതിന് ശേഷം വിശുദ്ധ കുർബാന ആരംഭിക്കുന്നതാണ്. പ്രത്യേകം എല്ലാവരും തന്നെ നമുക്ക് ഈ വിശുദ്ധ കുർബാനയെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കൂട്ടായ്മയിൽ ചാരിത്വമായിരിക്കുന്നവരുണ്ട്, പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടവരുണ്ട്, വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന എല്ലാ മക്കളെയും, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും, രോഗികളായിരിക്കുന്നവർ, പ്രയാസം അനുഭവപ്പെടുന്നവർ, സമാധാനമില്ലാത്ത ഭവനങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടവർ, പഠനത്തിനും ജോലിക്കും വേണ്ടി പോയ മക്കളുണ്ട്, അവരെ എല്ലാം ഓർത്ത് നമ്മുടെ ജീവിതത്തിലെ പ്രത്യേകമായ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ഇതിനുവേണ്ടി പ്രാർത്ഥനയോടെ ഒരുക്കത്തോടെ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ഓർത്ത് ഈ പരിശുദ്ധ കുർബാന പ്രത്യേകമായിട്ട് അർപ്പിക്കപ്പെടുന്നു. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട ജോസ്കുരുടെ അച്ഛനാണ് പ്രത്യേകമായി ഇന്ന് പരിശുദ്ധമായ കുർബാനയ്ക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ച് ഇന്ന് കൊടിയേറ്റുന്നതും. പ്രത്യേകിച്ച് കൊടിയേറ്റിന് ശേഷം നമ്മുടെ കല്ലറയിലെ ഉപപ്രാർത്ഥന ഉണ്ടായിരിക്കും. പ്രത്യേകം ശുശ്രൂഷകൾ പോവുകയും പ്രിയപ്പെട്ട അച്ഛന് നേതൃത്വം നൽകും. പ്രിയപ്പെട്ട അച്ഛനെയും പ്രിയപ്പെട്ട സിസ്റ്റർ കടന്നവരെല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് വിൻസെന്റ് പോളിന്റെ പുണ്യവാഹന വേണ്ടി പ്രത്യേകം പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നു. പ്രത്യേകിച്ച് വിൻസെന്റ് പോൾ സൊസൈറ്റി അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ മക്കളെയും ഓർക്കുന്നു. പ്രത്യേകം ആ നിയോഗം കൂടി സമർപ്പിക്കുന്നു. അതിനുവേണ്ടി അല്പമായി അധികമായി അധ്വാനിക്കുന്ന എല്ലാവരെയും ഓർത്തുകൊണ്ട് പ്രത്യേകം ഈ പരിശുദ്ധമായ കുർബാന സമർപ്പിക്കുന്നു. ഇപ്പോൾ വചനം പടിഞ്ഞാറേ വാതിലിൽ നിന്ന് നമ്മുടെ ദേവാലയത്തിലേക്ക് ആഘോഷപൂർവ്വമായി പ്രതിഷ്ഠിച്ച് വചനം വായിച്ച് പരിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിക്കും.
ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടുകൂടെ ഉണ്ടായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടുമില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല. ദൈവം അയച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു, അവന്റെ പേര് യോഹന്നാൻ എന്നാണ്. അവൻ സാക്ഷ്യത്തിനായി വന്നു, വെളിച്ചത്തിന് സാക്ഷ്യം നൽകുവാൻ, അവൻ വഴി എല്ലാവരും വിശ്വസിക്കാൻ. അവൻ വെളിച്ചമായിരുന്നില്ല, വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ വന്നവനാണ്. എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു. അവൻ ലോകത്തിലായിരുന്നു, ലോകം അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു, എങ്കിലും ലോകം അവനെ അറിഞ്ഞില്ല. അവൻ സ്വജനത്തിന്റെ പക്കലേക്ക് വന്നു, എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകുവാൻ അവൻ കഴിവ് നൽകി. അവൻ ജനിച്ചത് രക്തത്തിൽ നിന്നോ ശാരീരിക അഭിലാഷത്തിൽ നിന്നോ പുരുഷന്റെ ഇച്ഛയിൽ നിന്നോ അല്ല, ദൈവത്തിൽ നിന്നത്രേ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു. കൃപയും സത്യവും നിറഞ്ഞതും പിതാവിന്റെ ഏകജാതമായ മഹത്വം. യോഹന്നാൻ അവനെ സാക്ഷ്യം നൽകിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു, ഇവനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ്, കാരണം എനിക്ക് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു. ദൈവമേ, സ്മരണയ്ക്ക് യോഗ്യമാകുന്നു. പാർക്കുമോ. തലമുറകളായി കൈമാറി വന്ന ഈ ദേവാലയം വിശുദ്ധ ബജൂറേസ്യയുടെ മധ്യസ്ഥം നമ്മുടെ നാടിന്, നമ്മുടെ ഭവനങ്ങൾക്ക്, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിനും ബലമായിരിക്കണമെന്ന് വിശുദ്ധ ബലിയിലൂടെ പ്രാർത്ഥിക്കാം. നമ്മുടെ നാടിനെ ഓർക്കാം, എല്ലാ ജനതയുടെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മരിച്ചുപോയ പൂർവ്വനായകന്മാരെ ഓർക്കാം, ദൂരെയായിരിക്കുന്ന നമ്മുടെ ഭവനാംഗങ്ങളെ ഓർക്കാം, നമ്മുടെ വരും തലമുറകളെ ഓർക്കാം. വളരെ ശോഷിച്ചതായ ഒരു വരും തലമുറകളാണ് നമുക്ക് മുമ്പിലുള്ളത്. പുറകോട്ട് നോക്കണ്ട, മുമ്പോട്ട് നോക്കിയാൽ മതി. വളരെ കുറച്ച് കുഞ്ഞുങ്ങളെ നമ്മുടെ ഭവനങ്ങളൊക്കെ ഉള്ളൂ. എന്ത് പിള്ളേരുണ്ടായാലും ഒരു പള്ളിയാണ്. നമ്മുടെ കുടുംബങ്ങളെ ഓർക്കാം, പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ കൃപയും കരുണയും നമ്മുടെ പേര്, നമ്മുടെ കുടുംബങ്ങളുടെ പേര്, നമ്മുടെ ഭവനങ്ങളെയും ബലപ്പെടുത്താനുള്ള കൃപ വിശുദ്ധ ബലിയിലൂടെ നമുക്ക് ആയിരിക്കും. സഹോദരങ്ങളെ, ജീവപ്രദമായ വിശുദ്ധ ബലി അർപ്പിക്കാൻ ഞങ്ങൾ യോഗ്യരാകേണ്ടതിന് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു.
ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങളെല്ലാവരോടും നീ കരുണ ചെയ്യണമേ. പിതാവിനോട് ജീവനുള്ള പരിശുദ്ധാത്മാവിനോടും കൂടെ ഒന്നുപോലെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനുമായ ഞങ്ങളുടെ നിശ്ചിതാത്മരായി ഞങ്ങളെല്ലാവരോടും കരുണ ചെയ്യണമേ. ഞങ്ങളെ
വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് പാർക്കുമോ ക്രിസ്തുവിന്റെ കൃപയിൽ നിങ്ങളെ വിളിച്ചവനെ നിങ്ങൾ ഇത്ര പെട്ടെന്ന് ഉപേക്ഷിക്കുകയും വ്യത്യസ്തമായ ഒരു സുവിശേഷത്തിലേക്ക് തിരിയുകയും ചെയ്യുന്നതിൽ എനിക്ക് ആശ്ചര്യം തോന്നുന്നു. വാസ്തവത്തിൽ മറ്റൊരു സുവിശേഷമില്ല. എന്നാൽ നിങ്ങളെ ഉപദ്രവിക്കാനും ക്രിസ്തുവിന്റെ സുവിശേഷത്തെ ദുഷിപ്പിക്കാനും ആഗ്രഹിക്കുന്ന കുറെ ആളുകളുണ്ട്. ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സുവിശേഷം ഞങ്ങൾ തന്നെയോ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ തന്നെയോ നിങ്ങളോട് പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ഞങ്ങൾ നേരത്തെ നിങ്ങളോട് പറഞ്ഞ പ്രകാരം തന്നെ ഇപ്പോഴും ഞാൻ പറയുന്നു, നിങ്ങൾ സ്വീകരിച്ച സുവിശേഷമല്ലാതെ മറ്റൊന്ന് ആരെങ്കിലും നിങ്ങളോട് പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ഞാനിപ്പോൾ മനുഷ്യരുടെ പ്രീതിയാണോ അന്വേഷിക്കുന്നത്, അതോ ദൈവത്തിൻ്റെതാണോ? അഥവാ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ ഞാൻ യത്നിക്കുകയാണോ? ഞാൻ ഇപ്പോഴും മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവനായിരുന്നെങ്കിൽ ക്രിസ്തുവിന്റെ ദാസനാവുകയില്ലായിരുന്നു. പാർക്കുമോ വിശുദ്ധ എവങ്കേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങൾ ആദരവോടും ഭക്തിയോടും കൂടെ നാം ശ്രദ്ധിച്ചു കേൾക്കണം. സമാധാനം ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവിതം രക്ഷയും പ്രസംഗിച്ച സമത്തായി എഴുതിയ സുവിശേഷത്തിൽ ദൈവമായിരിക്കുന്ന വിശ്വാസത്തിന്റെ പരിസ്ഥിതികാലത്ത് ഇപ്രകാരം ചെയ്തു. മുന്നോട്ട് വന്ന കർത്താവിനോട് ചോദിച്ചു, കർത്താവ് എന്നോട് തെറ്റി എന്റെ സഹോദരനോട് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 പ്രാവശ്യമോ? യേശു തമ്പുരാൻ അരുളി ചെയ്തു, 7 പ്രാവശ്യം ഞാൻ നിങ്ങളോട് പറയുന്നു. സ്വർഗരാജ്യത്തിന്റെ സേവകന്മാർ കണക്ക് തീർക്കാൻ ആഗ്രഹിച്ച രാജാവിന്റെ സുവിശേഷമാകുന്നു. കണക്ക് തീർക്കുവാൻ ആരംഭിച്ചപ്പോൾ 10,000 താലന്ത് വിടപ്പെട്ടിരുന്ന ഒരുവനെ അവർ അവന്റെ മുമ്പിൽ കൊണ്ടുവന്നു. അവനത് വീട്ടുവാൻ നിർവാഹമില്ലാതിരുന്നതുകൊണ്ട് മതിയെയും ഭാര്യയും മക്കളെയും അവന്റെ സമസ്ത വസ്തുക്കളെയും വിറ്റുവേണം വീട്ടുവാൻ യജമാനൻ കൽപ്പിച്ചു. അപ്പോൾ ആ സേവൻ വീണ് നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു,
പ്രഭു എന്നോട് ക്ഷമിക്കണമേ, ഞാനെല്ലാം തന്നു കിട്ടിക്കൊള്ളാം. ആ സേവകന്റെ യജമാനൻ മനസ്സറിഞ്ഞവനെ വിട്ടേക്ക് കടം വിളച്ചു കൊടുക്കുകയും ചെയ്തു. അവൻ പുറത്തിറങ്ങിയപ്പോൾ തനിക്ക് 100 ദിനാറുണ്ടായിരുന്നു. തന്റെ സഹസേവകനെ കണ്ടുമുട്ടി അവന്റെ കഴുത്ത് പിടിച്ച് ജനിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, എനിക്ക് തരാനുള്ളത് തന്നു തീർക്കുക. അപ്പോൾ ആ സഹസേവകനോട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണമേ, ഞാൻ തന്നു വീട്ടിക്കൊള്ളാം. എന്നാൽ അവൻ സമ്മതിച്ചില്ല. കടന്നു വരുന്നവരുടെ സഹസേവകനെ അവർ കാരാഗൃഹത്തിലിട്ടു. സംഭവിച്ചതറിഞ്ഞ മറ്റ് സേവകന്മാർ വളരെ സങ്കടപ്പെട്ടു. എന്ന് നടന്നതെല്ലാം യജമാനനെ അറിയിച്ചു. യജമാനൻ അവനെ വിളിച്ചു പറഞ്ഞു, ദുഷ്ടനായ സേവകാനി എന്നോട് കരുണപേക്ഷിച്ചുകൊണ്ട് നിന്റെ കടമെല്ലാം ഞാൻ നിലച്ചു തന്നു. ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും നിന്റെ സഹോദരനോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ? യജമാനൻ കോപിച്ച് കടം മുഴുവൻ വീട്ടുന്നവരവനെ കാരാഗൃഹത്തിലേക്ക് എത്തിച്ചു കൊടുത്തു. സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോട് നിലപാട് പ്രവർത്തിക്കുമെന്ന് താൻ അരുളി ചെയ്തു. സമയം നാഥൻ വരുമേ, കാണാനാകും കാലപ്പോൾ ശോഭിക്കും കുരിശടയാളം നാനാദിശയിൽ കൺമുൻവരുമേ ഗോത്രങ്ങൾ വിധിയേൽപ്പാനായി മോദിക്കും നിത്യ ശ്രീവന്മാർ. ഹല്ലേലൂയ ഹല്ലേലൂയ ക്രിസ്തുവിനും ദുഷ്ടന്മാർക്കാവിൻ മാരദിനം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമീൻ. ആമീനില്ലയോ? നമ്മുടെ ചാമ്പ്യൻ പള്ളിയിൽ പോയിരുന്നു. പിതാവിനേറ്റം സ്നേഹിക്കപ്പെട്ടവരെ, നമ്മുടെ ദേവാലയത്തിന്റെ തിരുനാൾ ഇന്ന് ആഘോഷിക്കുകയാണ്. അതുപോലെ തന്നെ സഭ ഔദ്യോഗികമായി വചനവർഷം നമ്മുടെ ദേവാലയത്തിൽ ദൈവത്തിന്റെ വചനം സ്ഥാപിച്ചു. വചനത്തിന്റെ പ്രാധാന്യം ഇന്നു മുതൽ എല്ലാ ഭവനങ്ങളും വചനം വായിച്ച് ധ്യാനിച്ച് വചനാനുസൃതമായി ജീവിക്കാനാണ് സഭ നമ്മെ ഉപദേശിക്കുന്നത്. എന്താണ് വചനം എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത്. വായിച്ചു കേട്ട വചനത്തോടനുബന്ധിച്ച ഭാഗം യേശുവിനെ കുറിച്ചാണ് പറയുന്നത്. ആദ്യം വചനമുണ്ടായ, അതിന് ദൈവത്തോടുകൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം പ്രത്യക്ഷപ്പെട്ടു. ഒരു യോഹന്നാന്റെ സുവിശേഷത്തിൽ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നതാണ് യേശു എന്ന ദൈവത്തിന്റെ വചനം. മനുഷ്യനെ നമ്മെ സംബന്ധിച്ചിടത്തോളം എന്താണ് അതിന്റെ പ്രാധാന്യം? മനുഷ്യന്റെ മനസ്സിനെന്ത് പ്രത്യേകതയുണ്ട്? അവൻ കാണുന്നതും അവൻ കേൾക്കുന്നതും അവൻ വായിക്കുന്നതും അവൻ ഗ്രഹിക്കുന്നതും എല്ലാം മനസ്സിൽ വീണ്ടും വീണ്ടും കടന്നുകൊള്ളുന്നു. നാം കേൾക്കുന്നതും നാം കാണുന്നതും നാം വായിക്കുന്നതും അനുഭവിക്കുന്നതെല്ലാമാണ് നമ്മുടെ മനസ്സിനെ രൂപപ്പെടുത്തുന്നത്. വളരെ പ്രസിദ്ധമായ ഒരു പുസ്തകമുണ്ട്. എന്താണ് മനുഷ്യൻ? ഒറ്റ വാക്ക് അതിൻ്റെ തുടങ്ങുന്നതാണ്. Man is in his mind. Man is in his mind. അവന്റെ മനസ്സിൽ എന്താണ് അതാണ് മനുഷ്യൻ. അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ നല്ല കാര്യങ്ങൾ നിറയ്ക്കുക എന്നുള്ളതാണ്. ഇന്ന് ലോകത്തിന് പറ്റുന്ന വലിയൊരു അപകടമാണ്. കർത്താവ് പറഞ്ഞ ഉപമ പോലെ അവൻ വിതയ്ക്കാൻ പുറത്തു ചിലത് ഇവിടെ വീണു വഴിയേരിയിൽ. മനുഷ്യ മനസ്സുകൾ ഇക്കാലത്ത് ഏറ്റവും കൂടുതൽ ഈ വഴിയേരിയിൽ വീണ വിത്തിന്റെ കൂട്ടാണ്.
കാണുന്നവർക്കെല്ലാം കയറി എന്താ ചവിട്ടിച്ചു. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ സൂക്ഷിക്കുന്നത്. എങ്ങനെയാണ് സംഭവിക്കുന്നത്? കഴിഞ്ഞ ആഴ്ചത്തെ സുവിശേഷങ്ങളുടെ കേൾക്കുകയാണ്. കർത്താവ് പറഞ്ഞു, പുളിമാവിനെ സൂക്ഷിച്ചുകൊള്ളു. നാം കാണുന്നത്, നാം കേൾക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് സ്ക്രീൻ ടൈം എന്ന് പറഞ്ഞു അല്ലേ? എന്തുവാ സ്ക്രീൻ ടൈം? സ്ക്രീൻ ടൈമിൽ ഫോണ്, ടി വി, ദൃശ്യമാധ്യമങ്ങൾ ചെലവഴിക്കുന്ന സമയം, ലോകത്തുള്ള സകല കാര്യങ്ങളും നമ്മുടെ കയ്യിലിരിക്കുന്ന കൊച്ചു സാധനങ്ങൾ എത്രമാത്രം നമ്മുടെ സമയമാണ് അത് എടുക്കുന്നത്, എത്രമാത്രം നമ്മുടെ മനസ്സിനെ ബാധിക്കുന്നു, എത്രമാത്രം നമ്മുടെ ബുദ്ധിയെ തലച്ചോറിനെ ബാധിക്കും. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഗ്രഹിക്കേണ്ടതായ കാര്യങ്ങളാണ്. അതുകൊണ്ട് ഈ വഴിയരികിൽ വീണ വിത്ത് പോലെ മനുഷ്യരുടെ സ്വരം ഏത് സ്വീകരിക്കണം എന്ന് അതിന് അറിയുന്നില്ല. ഇന്ന് സ്വീകരിക്കുന്നതല്ല നാളെ കൂടും, നാളെ കിട്ടുന്നതല്ല മറ്റന്നാൾ. അതുകൊണ്ടാണ് നമ്മുടെ വിശ്വാസത്തിൽ ദൈവത്തിന്റെ വചനത്തിനുള്ള പ്രാധാന്യം. അളവുകോലുകളാണ് ദൈവത്തിന്റെ വചനം, അല്ലേ? ദൈവത്തിന്റെ വചനം എന്താ? മെഷറിംഗ് ടേപ്പ്, സ്കെയിൽ. സ്കെയിൽ സങ്കീർത്തനം വളരെ കൃത്യമായിട്ട് പറയുന്നു, നിന്റെ വചനം എന്റെ പാദങ്ങൾക്ക് വിളക്കും, എന്റെ പാതയും പ്രകാശവും. ഇതാണ് ദൈവത്തിന്റെ വചനം. ദൈവത്തിന്റെ വചനം നമ്മുടെ കാലുകൾക്ക് വിളക്കും. നമ്മുടെ കാലത്തിന് ഉപയോഗിക്കുന്നത് നടക്കാനല്ലേ, എന്നെ തൊഴിക്കാൻ ഉപയോഗിക്കാം. എന്റെ നടപ്പിന്റെ അളവുകോലാണ് എന്ത്? ദൈവത്തിന്റെ വചനം. ചില ഊടുവഴികളൊക്കെ ഉണ്ട് പ്രകാശമില്ലാത്തത്. ആ ഊടുവഴികളിൽ പ്രകാശം തരുന്നത് എന്താണ്? ദൈവത്തിന്റെ വചനം. അതുകൊണ്ടാണ് വചനത്തിന് ഇത്രമാത്രം പ്രാധാന്യമുള്ളത്. ഓരോരുത്തർ ചോദിക്കും, എന്ത് പ്രാധാന്യമാണ് വചനത്തിനുള്ളത്? ഇനി ആ വചനം എങ്ങനെ അനുഭവപ്പെട്ടത്? നിവേശിതമായി എത്രയോ വർഷമെടുത്ത്, എന്ത് അനുഭവങ്ങൾ എടുത്താണ് ഈ വചനം രൂപപ്പെട്ടിരിക്കുന്നത്. വചനത്തെ തെറ്റായി വ്യാഖ്യാനിക്കുകയും ചെയ്യാം, അല്ലേ? വചനത്തെ നമുക്ക് തെറ്റായി കാണാം. ആർക്കും ഉപയോഗിക്കാവുന്ന വചനങ്ങളുണ്ട്, ബൈബിളിലുണ്ട്. ആർക്കും ഉപയോഗിക്കാം, വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാം. ഒരിക്കൽ വലിയ പ്രസംഗമൊക്കെ കഴിഞ്ഞിട്ട് അവിടെ അച്ഛനങ്ങോട്ട് മാറുന്ന ഒരു വീഡിയോ വെച്ചിട്ട് വലിച്ചോണ്ട് പറഞ്ഞ ഒരു വിശ്വാസിനെ പള്ളിയിൽ പോയില്ല. അച്ഛൻ വീഡിയോ വയ്ക്കുകയാണ്. ബൈബിൾ എന്താ പറഞ്ഞിട്ട് അന്ത്യകാലങ്ങളിൽ അതിന്റെ വായിൽ നിന്ന് തേയും പോയി വരുന്നില്ലേ? വചനം എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ എന്റെ നടപ്പിന്റെ സ്കെയില്, നടപ്പിന്റെ അളവ് മനസ്സിലാക്കാൻ ഞാൻ ഏത് വഴിക്ക് നടക്കണം, ഞാൻ എന്റെ ജീവിതത്തിൽ എന്ത് ചെയ്യണം, എന്റെ ധർമ്മങ്ങളെ പൂരിതമാക്കുന്നതായിരിക്കണം എന്ത്? ദൈവത്തിന്റെ വചനം. നമ്മൾ വളരെ കൂടുതൽ വായിച്ചു കൊടുക്കേണ്ട കാര്യം ഒരു പാരായണമാണ്. നമ്മുടെ വചനം പറയുകയാണ്, വചനം പാരായണം ചെയ്യുക നമ്മുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ്. പക്ഷെ അത് കേട്ട് പുറത്ത് കളയാതെ ജീവിതത്തിലെ മൂല്യം നിശ്ചയം നടത്തുന്നതായിരിക്കണം ദൈവം.